ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളത്. ഫസ്റ്റ് സെമസ്റ്ററിലെ 3rd പേപ്പറാണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അതിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് 3 ചാപ്റ്റേഴ്സാണ്. അതിൽ നേച്ചർ ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്, സെക്കൻഡ് വൺ ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂംസ്, തേർഡ് വൺ തിയറി ഓഫ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്. ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 2 ചാപ്റ്ററാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങും ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളതും. അതിലിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ്. ഇതിൽ നമുക്ക് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ പ്രധാനമായിട്ടും ഒരു 3 ഏരിയകളാണ് വരുന്നത്. ഏറ്റവും കാതലായിട്ടുള്ള 3 ഏരിയകളാണുള്ളത്. അതിലൊന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് മോഡൽ, സെക്കൻഡ് വൺ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ, തേർഡ് വൺ ആൻഡ് ലാസ്റ്റ് വൺ ടൈപ്സ് ഓഫ് ടീച്ചിങ് മോഡൽ. അപ്പോൾ ഏറ്റവും കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നത് ടൈപ്സ് ഓഫ് ടീച്ചിങ് മോഡലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതിൻ്റെ ടൈപ്സിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് ഈ ഒരു ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോകളിലൂടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ക്ലാസ്സും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ ഇതിൻ്റെ ടൈപ്സിൽ വരുന്നത് ബേസിക്കലി 3 ടൈപ്സാണ് വരുന്നത്. അതിൻ്റെ സബ് ടൈപ്സും വേറെയും വരുന്നുണ്ട്. ബേസിക്കലി ഉള്ള ആ 3 ടൈപ്സ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ മോഡൽ ഓഫ് ടീച്ചിങ്ങും സൈക്കോളജിക്കൽ മോഡൽ ഓഫ് ടീച്ചിങ്ങും ദ ലാസ്റ്റ് വൺ മോഡേൺ ടീച്ചിങ് മോഡൽസുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4th യൂണിറ്റ് നമ്മൾ എടുക്കുമ്പോൾ, ഏതാണ് 4th യൂണിറ്റ്? മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ള ഈ 4th യൂണിറ്റ് എടുക്കുമ്പോൾ കാതലായിട്ടുള്ള 3 മെയിൻ ഹെഡുകളാണുള്ളത്. ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് മോഡലും, ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ്, ദെൻ ടൈപ്സ് എന്നുള്ളതാണ്. ടൈപ്സിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് എന്നുള്ള പ്രത്യേകം നോട്ട് ചെയ്യുക. ഫിലോസഫിക്കൽ മോഡലുണ്ട്, സൈക്കോളജിക്കൽ മോഡലുണ്ട്, മോഡേൺ മോഡലും ഉണ്ട്. മോഡേൺ മോഡലുമായി ബന്ധപ്പെടുത്തിയാണ് അതിൽ കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതാണ്. 1 വേർഡ് ടൈപ്പിലൊക്കെയാണ് ഫിലോസഫിക്കലും സൈക്കോളജിക്കൽ മോഡലും. ഇത് എന്തുകൊണ്ട് ഈ ഒരു ബേസിക് പ്രിസിഷൻ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കേട്ടിട്ടിനൊക്കെ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിൻ്റെ ഓതർ, അതേപോലെ തന്നെ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടിട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ കാണുന്നത്. അപ്പോൾ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെ പഠിച്ചു പോകേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സോ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നെക്സ്റ്റ് പാർട്ട്, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. അതും എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഷോർട്ട് ആൻസറും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ഡിഫൈൻ മോഡൽസ് ഓഫ് ടീച്ചിങ് ആൻഡ് എക്സ്പ്ലെയിൻ അബൌട്ട് ദ എഫക്ട്സ് ഓഫ് ടീച്ചിങ് ബൈ മോഡലിംഗ് എന്നുള്ളതാണ്. മോഡൽസ് ഓഫ് ടീച്ചിങ്ങും അതിൻ്റെ എഫക്ട്സുമാണ് മെൻഷൻ ചെയ്യേണ്ടത്. രണ്ടാമത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് മോഡൽ, എക്സ്പ്ലെയിൻ അബൌട്ട് ദി ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒരു ചോദ്യമായിട്ട് എസ്എയിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ അബൌട്ട് ടൈപ്സ് ഓഫ് ടീച്ചിങ് മോഡൽസ്, അതിൽ ഫിലോസഫിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് മോഡൽ ടീച്ചിങ്, അത് സമ്മറൈസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് എസ്എ ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് എഴുതാവുന്ന ഈ ഒരു ജനറൽ ടൈപ്സ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ജനറൽ ടൈപ്സ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്തുന്നുമുണ്ട്. ദെൻ അതുകൂടാതെ തന്നെ വരുന്ന ചോദ്യങ്ങളാണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഫോളോവിങ്, ഇംപ്രഷൻ മോഡൽ, ഇൻസൈറ്റ് മോഡൽ, ദ റൂൾ മോഡൽ. ഇതൊക്കെ ഓരോന്നും ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, അതായത് ഫിലോസഫിക്കലാണോ സൈക്കോളജിക്കലാണോ മോഡേൺ ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാവും. ദെൻ എക്സ്പ്ലെയിൻ ഗ്ലേസിയസ് ബേസിക് ടീച്ചിങ് മോഡൽ, ഫ്ലണ്ടേഴ്സ് ഇൻട്രാക്ഷൻ മോഡൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടീച്ചിങ് മോഡൽ, ഡാനിയൽ ഡേവിസ് എന്നുള്ളതിൻ്റെ. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഫ്ലണ്ടേഴ്സ് ഇൻട്രാക്ഷൻ മോഡലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടീച്ചിങ് മോഡലുമാണ്. ഇപ്പോൾ ഈ ടീച്ചിങ് മോഡൽസ് നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിലെ പെഡഗോഗി പേപ്പറിൽ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് സെമസ്റ്ററിലെ പെഡഗോഗി പേപ്പറിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതും കൂടി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ടൈപ്സാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒന്ന് ഫ്ലണ്ടേഴ്സ് ഇൻട്രാക്ഷൻ മോഡൽ ചോദിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടീച്ചിങ് മോഡൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് കൊടുത്തിട്ടുമുണ്ട്. നമ്മൾക്ക് ഈ തരുന്ന ക്ലാസ്സുകളിലെല്ലാം എല്ലാ കുട്ടികൾക്കും എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ തക്കതായിട്ടുള്ള രീതിയിലുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. മറ്റു ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്ക്രൈബ് ദി ഫോളോവിങ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി, പേഴ്സണൽ മോഡൽ, സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ, ബിഹേവിയർ മോഡിഫിക്കേഷൻ മോഡൽ. സോ ഇവയെല്ലാം തന്നെ മോഡേൺ ടീച്ചിങ് മോഡൽസിൽ വരുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് നോക്കാം മോഡൽസ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മീനിങ് എന്താണ്. മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടേം മോഡൽ carries different meaning in our day-to-day life. We look out
the model of Taj Mahal and find it an exact replica of the original. This is why models prove a quite effective aid as a substitute for റിയാലിറ്റി ഇൻ ദ ക്ലാസ് റൂം സിറ്റുവേഷൻ. നമുക്ക് മോഡൽ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിൻ്റെ ഒരു റിയാലിറ്റി ടച്ച് വരുത്തുക എന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു റിയാലിറ്റി സെൻസിൽ ചിന്തിച്ച് ലൈഫിലേക്ക് അത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കുട്ടികളിൽ ഒരു ബോധ്യം വരുത്തക്ക രീതിയിൽ ആ ഒരു ഉദ്ദേശം കൊണ്ടുവരിക എന്നുള്ളതാണ് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് എടുത്ത് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ ഒരു പർപ്പസായിട്ട് എടുത്ത് പറയുന്നത് എന്താണ്? ബിഹേവിയർ മോഡിഫിക്കേഷനാണ്. അതായത് നമ്മൾ ടീച്ചറിൻ്റെയും നമ്മൾ അധ്യാപകരുടെയൊക്കെ കാര്യങ്ങൾ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ ഉള്ള കാര്യങ്ങൾ കണ്ടിട്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്ത് കാര്യങ്ങൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ടീച്ചിങ് കൊടുക്കുമ്പോൾ ആ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ ലക്ഷ്യം കൂടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ടീച്ചിങ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ എന്തുണ്ടാവണം? ഗുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യണം, ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യണം, അവരുടെ ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മോഡൽസും കൂടി ആയിരിക്കണം ബിഹേവിയർ മോഡിഫിക്കേഷനോ മുന്നം വെച്ചുകൊണ്ട് കൊടുക്കേണ്ടത്. ദെൻ എ ടീച്ചർ, എ ലീഡർ ഓർ എ സ്ക്രീൻ ഹീറോ may work as a model for a child and he may pick up the behavioral traits of the personality of that model. അപ്പോൾ ഒരു അധ്യാപകരെ കണ്ടുകൊണ്ടും അത് അല്ലെങ്കിൽ അധ്യാപകർ ഒരു റോൾ മോഡലായിക്കൊണ്ടും കൂടി നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തായിട്ട് വരുന്നത് മോഡൽസിൻ്റെ ഡെഫിനിഷനാണ്. ഡെഫിനിഷനിൽ ജോയ്സ് ആൻഡ് വെയിൽ ഒരു 3 ടൈപ്സിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 3 വ്യത്യസ്തമായിട്ട് തന്നെയാണെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റിൽ ജോയ്സ് ആൻഡ് വെയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 1972 രണ്ടെണ്ണം പറയുന്നത്. അതിൽ 2, 3 എന്നുള്ളതാണ്. 1978 ഒന്ന് പറയുന്നത് കൂടിയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജോയ്സ് ആൻഡ് വെയിൽ തന്നെയാണ് 3 പറയുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത് ടീച്ചിങ് മോഡൽസ് ആർ ജസ്റ്റ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ് എന്നുള്ളതാണ്. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ് ആണ് എന്ന് പറയുന്നത് ടീച്ചിങ് മോഡൽസ്. ദേ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് സ്പെസിഫൈങ് ആൻഡ് producing particular environmental situations which cause the student to interact in such a way that specific change occur in his behavior എന്നുള്ളതാണ്. രണ്ടാമത് പാറ്റേൺ ഓർ പ്ലാൻ എന്നുള്ളതാണ്. ടീച്ചിങ് മോഡൽസ് ഈസ് എ പാറ്റേൺ ഓർ പ്ലാൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഷേപ്പ് എ കരിക്കുലം ഓർ കോഴ്സ്, ടു സെലക്ട് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആൻഡ് ടു ഗൈഡ് എ ടീച്ചേഴ്സ് ടു ആക്ഷൻ. അപ്പോൾ എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, അതിൻ്റെ ഇൻസ്ട്രക്ഷണൽ മോഡൽസും മെറ്റീരിയൽസും ഒക്കെ കൊടുക്കുന്ന ഒരു പാറ്റേൺ ഓർ പ്ലാനിനെയാണ് എന്ന് പറയുന്നത് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഡിഫൈൻ ചെയ്തതാണ് ജോയ്സ് ആൻഡ് വെയിൽ. ഫസ്റ്റ്ലി ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായിട്ട് പറയുന്നത് എ മോഡൽ ഓഫ് ടീച്ചിങ് കൺസിസ്റ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഫോർ ഡിസൈനിങ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റ്സ്. A model of teaching consists of guidelines for designing educational activities and environments. It specifies ways of teaching and learning that are intended to achieve certain kinds of goals എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ഡെഫിനിഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. അതുകൂടാതെ തന്നെ മറ്റ് ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതിൽ 2 വേറെ വരുന്നതാണ്. ജാംഗീർ ആൻഡ് അതേഴ്സ് എന്നുള്ളതിൽ 1983 എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കോമ്പണൻസ് അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ് എന്നുള്ളതാണ്. എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കോമ്പണൻസ് അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ് എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ജാംഗീർ ആൻഡ് അതേഴ്സ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് കോമ്പണൻസ്, ഒരു സെറ്റ് ഓഫ് കോമ്പണൻസ് കറക്റ്റ് ഓർഡറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെയാണെന്ന് പറയുന്നത് ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോഡലുകളെയാണ് ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഡെഫിനിഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും അതിൻ്റെ മെയിൻ വേർഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ടോപ്പിക്കാണ് എഫക്ട്സ് ഓഫ് ടീച്ചിങ് ബൈ മോഡലിംഗ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ആ ചോദ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആൻസർ കൂടിയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. എഫക്ട്സ് ഓഫ് ടീച്ചിങ് ബൈ മോഡലിംഗ്. മോഡൽസ് ഓഫ് ടീച്ചിങ് ആർ റിയലി മോഡൽസ് ഓഫ് ലേണിംഗ്. As we help students acquire information, idea skills, values, ways of thinking and means of expressing themselves, we are also teaching them how to learn. അപ്പോൾ ഒരു മോഡലിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ് യൂസ് ചെയ്യുക വഴി കുട്ടികളിൽ ഇൻഫോർമേഷൻസ് എങ്ങനെ അക്വയർ ചെയ്യും, ഐഡിയ എങ്ങനെ അക്വയർ ചെയ്യും, സ്കിൽസ് എങ്ങനെ അക്വയർ ചെയ്യും, വാല്യൂസ് എങ്ങനെ അക്വയർ ചെയ്യും, വേസ് ഓഫ് തിങ്കിങ് എങ്ങനെയായിരിക്കും, എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം, മീൻസ് ഓഫ് എക്സ്പ്രസിങ് ദംസെൽവ്സ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു ടീച്ചിങ് മോഡലിലൂടെ കുട്ടികൾക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്നത്, അല്ലെങ്കിൽ അത് അവർക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടീച്ചിങ് മോഡൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്.
Then in fact the most important long term outcome of instruction may be the students increased capabilities to learn more easily and effectively in the future, both because of the knowledge and skills they are acquired and because they have mastered learning process. ഈ ഒരു തരത്തിൽ നമ്മൾ കുട്ടികൾക്ക് പഠനം നടത്തുകയാണെങ്കിൽ, പഠിപ്പിക്കുകയാണെങ്കിൽ, മോഡൽസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പിന്നെ അവരുടെ കൂടുതൽ പഠിക്കാനുള്ള കേപ്പബിലിറ്റീസ് അവർക്ക് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് ആ പാഠങ്ങൾ ഉപയോഗിക്കാനും അതുകൂടാതെ തന്നെ കൂടുതൽ സ്കിൽസ് അതുവഴി അവർക്ക് സമ്പാദിക്കാനും പിന്നെയും അതിൽ മാസ്റ്ററേറ്റ് നേടണമെങ്കിൽ അവർക്ക് അതിലൂടെ അത് സമ്പാദിക്കാനൊക്കെ കഴിയും എന്നുള്ളതാണ് ഈ മോഡൽസ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട എഫക്ട്സ് ആയിട്ട് എടുത്ത് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഒരൊറ്റ സെൻറ്റൻസിലാണ് ഈ കാതലായിട്ടുള്ള മെയിൻ പോയിൻറ്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, അവർക്ക് ഈസിലി ആ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായി വരുന്നു. രണ്ടാമത്തത്, എഫക്റ്റീവ്ലി ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ കഴിയുന്നു, അതിനുള്ള കപ്പാസിറ്റി, ആ പഠിച്ച കാര്യങ്ങൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള പഠനങ്ങൾ അവർക്ക് ലഭിക്കുന്നു. മൂന്നാമത്തത്, അവർക്ക് സ്കില്ല് അക്വയർ ചെയ്യാൻ കഴിയുന്നു. ഈ മോഡൽസൊക്കെ ഉപയോഗിച്ച് പഠിക്കുക വഴി അവർക്ക് സ്കില്ല് അക്വയർ ചെയ്യാൻ കഴിയുന്നു. അതുകൂടാതെ തന്നെ അവർ മീനിങ് ഫുൾ ലേണിംഗ് നടത്തുന്നു. മീനിങ് ഫുൾ ലേണിംഗ് ആണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം പൊരുൾ എന്നതിൻ്റെ അർത്ഥം. മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയുന്നു, ആ പഠിച്ച കാര്യങ്ങൾ ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു, ആ ഭാവിയിലേക്ക് ഉപയോഗിക്കുക അവർക്ക് പിന്നെ പുതിയ അറിവുകളിൽ മാസ്റ്ററേറ്റ് നേടാൻ കഴിയുന്നു. അതായത് മറ്റുള്ളവരുടെ ഹെൽപ്പ് അധികം ഇല്ലാതെ തന്നെ കൂടുതൽ അവർക്ക് പഠിക്കാൻ കഴിയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് വഴി പഠിപ്പിക്കുകയാണെങ്കിലുള്ള എഫക്ട്സ് ആയിട്ട് എടുത്ത് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ജോയ്സ് ആൻഡ് വെയിൽ ഈച്ച് മോഡൽ റിസൾട്ട്സ് ഇൻ 2 types ഓഫ് എഫക്ട്സ് എന്നുള്ളതാണ്. 2 എഫക്ട്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഒന്ന് ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ് സംഭവിക്കുന്നു, അതായത് പഠിപ്പിക്കുന്ന രീതി, അതേപോലെ തന്നെ പഠിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ. നേർച്ചറൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് സംഭവിക്കുന്നു, അതായത് ഈ പഠിപ്പിക്കുന്ന രീതി മോഡൽസൊക്കെ ഉപയോഗിക്കുകയായി അവർക്ക് സ്വമേധയാ തന്നെ പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊരു ഇൻബോൺ ആയിട്ടുള്ള സ്കില്ലുണ്ടായിരിക്കും, ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും കൂടി അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 types ഓഫ് എഫക്ട്സുകളാണ് ഈ ഒരു ജോയ്സ് ആൻഡ് വെയിൽസ് പിന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 2 ഏതൊക്കെയാണ്? ഇൻസ്ട്രക്ഷണൽ ആൻഡ് നേർച്ചറൻ്റ് എന്നുള്ളതാണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് മോഡൽസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ മാത്രമാണ്, ഇത് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൽ കുറച്ച് പോയിൻറ്റ്സുകൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിനെ എലാബറേറ്റ് ചെയ്യാനും കൂടി ശ്രമിക്കുക. ഒന്ന്, എൻകറേജ് ആർട്ട് ഓഫ് ടീച്ചിങ്. 2, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഹെറൻറ്റ് എബിലിറ്റീസ്. ഈ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. വേർഡിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്, നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എലാബറേറ്റ് ചെയ്യാവുന്നതാണ്. പോയിൻറ്റ്സുകൾ മാത്രം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക, അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തെ എന്താണ്? എൻകറേജ് ആർട്ട് ഓഫ് ടീച്ചിങ്. രണ്ടാമത്തെ, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഹെറൻറ്റ് എബിലിറ്റീസ്. 3, ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാകും. ഒരു ക്ലാസ് റൂമിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളായിരിക്കും നമ്മുടെ മുന്നിൽ വരിക. അതിൽ ബുദ്ധി കുറഞ്ഞവർ, ബുദ്ധി കൂടിയവർ, ആവറേജ് ഉള്ളവർ, അതായത് ചിലപ്പോൾ ഡിസബിലിറ്റീസ് ഉള്ളത്, ഇൻ്റലക്ച്വൽ കഴിവ് കുറവും കൂടുതലുള്ളവർ, അതേപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കഴിവും കുറവും, നല്ല വ്യത്യസ്തമായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നവർ, വ്യത്യസ്ത മതം, വ്യത്യസ്ത ജാതി, അതേപോലെ തന്നെ വ്യത്യസ്ത ഫെസിലിറ്റീസ് ഉള്ളവർ, പിന്നെ അങ്ങനത്തെ പല തരത്തിലുള്ള പല ഡിഫറൻസുകളുള്ള കുട്ടികളായിരിക്കും നമ്മുടെ മുന്നിലുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള പഠനങ്ങളും അതിനനുസരിച്ചുള്ള മോഡൽസുകളും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫിലോസഫിക്കൽ ആശയങ്ങൾ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻസേഴ്സ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കഴിയും. പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് എക്സ്പീരിയൻസസ്. മാക്സിംസ് ഓഫ് ടീച്ചിങ്. ലാസ്റ്റ് വൺ, പ്രാക്ടീസ് ആൻഡ് കോൺസെൻട്രേഷൻ. ലാസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാനും കൂടി കഴിയുന്നു? കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകളും അതേപോലെ തന്നെ ടീച്ചിങ്ങിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക്, അപ്പോൾ കുട്ടികൾക്ക് പഠനം എത്രത്തോളം എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കാൻ കഴിയും, ആ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ടൂൾസ് ആൻഡ് മെത്തേഡ്സുകളെയാണ് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ടീച്ചിങ് മോഡൽസിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. 8 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. 1, എൻകറേജ് ആർട്സ് ഓഫ് ടീച്ചിങ്. 2, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഹെറൻറ്റ് എബിലിറ്റീസ്. 3, ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. 4, ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫിലോസഫി. 5, ആൻസേഴ്സ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ്. 6, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് എക്സ്പീരിയൻസസ്. 7, മാക്സിംസ് ഓഫ് ടീച്ചിങ്. 8, പ്രാക്ടീസ് ആൻഡ് കോൺസെൻട്രേഷൻ. ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ്.